കണ്ടായിട്ട് വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല കുട്ടി 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 സൂത്രപ്പണികളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് തന്നെ ഒരു തേപ്പ് കഥയാണ് കേട്ടോ. അപ്പോൾ തേപ്പ് കഥ നമുക്ക് കേട്ടിട്ട് ഞെട്ടൊന്നും വേണ്ട. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ റവ, പരിപ്പ്, പയർ അങ്ങനെ പാക്കറ്റിൽ കിട്ടുന്ന എന്ത് സാധനം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ ക്ലിപ്പിട്ട് വെക്കും, റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെക്കും കേട്ടോ. അതിന് എളുപ്പ വഴിയായിട്ട് അതിനിങ്ങനെ ഒരു പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ രണ്ട് സൈഡും കവർ ചെയ്യാം. കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ അങ്ങ് തേച്ചങ്ങ് ഒട്ടിക്കാൻ പോവുകയാണ് കേട്ടോ. അത് തന്നെ തേപ്പ് തന്നെയാണ് ഇന്ന്. അപ്പോൾ നല്ലപോലെ അങ്ങ് തേക്കാം. തേച്ച് കഴിഞ്ഞാൽ അത് ഒട്ടും. അതായത് നമ്മുടെ അടുത്ത് സീൽ ചെയ്യുന്ന സാധനങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ച് തേച്ച് അങ്ങ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാണല്ലോ, ഇതുകൊണ്ട് തുള്ളിച്ചാടിയ വരെ ഒരു തുള്ളി പോലും സാധനം പുറത്തോട്ട് അങ്ങ് പോവില്ല. എളുപ്പത്തിലുള്ള പണിയല്ലേ. അതായത് നമ്മൾ ഈ കടയിൽ നിന്ന് ഇങ്ങനെ പാക്കറ്റിൽ മേടിക്കുന്ന സാധനങ്ങൾ, എന്ത് പുട്ടുപൊടി ആയിക്കോട്ടെ, റവ, പയർ, കടല, പരിപ്പ് എന്തോ ആയിക്കോട്ടെ, അതിങ്ങനെ ഇതായിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാണിയും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളിത് അതിങ്ങനെ അങ്ങോട്ട് തേച്ചൊട്ടിച്ച് വെച്ചാൽ പ്രാണിയും കാര്യങ്ങളും 7 അയലൊക്കെ പോലും വരില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ടിപ്പിലേക്ക് അങ്ങ് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ട്, ദൈവമേ പോയി, മൊത്തത്തിൽ പോയി അല്ലേ, പണി പാളി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പറ്റുമല്ലേ, എണ്ണയൊക്കെ അങ്ങ് നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ക്ലീനാക്കി എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ മെനക്കെട്ട ഒരു പണി വേറെ ഇല്ല. അപ്പോൾ അതിനും നമ്മുടെ അടുത്ത് നല്ല കുഞ്ഞു ടിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ മറ്റേ മൈദയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ സംഭവം കുറച്ച് നാളിരിക്കുമ്പോൾ അതിനകത്ത് നാശമാവും. അതായത് ചെറിയ ചെറിയ പൂപ്പൽ പോലെയൊക്കെ വരും, മാറാല പോലെയൊക്കെ കിട്ടുമല്ലേ. അങ്ങനെയുള്ളത് എടുത്തു വെച്ചോ, നമുക്ക് പണിയുണ്ട്. ഇതിലേക്ക് ഇങ്ങനെ എണ്ണ പോയി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഈ മൈദപ്പൊടിനെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മൈദ നമ്മുടെ എണ്ണയിനൊക്കെ അങ്ങ് വലിക്കും. അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും, ഇതൊന്നും നടക്കാൻ പോണില്ല. കണ്ടോളൂ കേട്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് വേറെ പണികളോ സോപ്പ് ഇതൊന്നും ഇട്ട് കഴുകി അതിൻ്റെ എണ്ണ കളയോ ഒന്നും വേണ്ട. പറയില്ലേ അതിപ്പോൾ കാണാൻ മാജിക് എന്നൊക്കെ പറയില്ലേ, അതേമാതിരി ഇതിപ്പോൾ കാണാം കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം എടുത്തിട്ട് ഇതിങ്ങനെ വടിച്ചങ്ങ് എടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ എണ്ണ പിടിച്ച സാധനങ്ങളൊക്കെ നമുക്കിങ്ങോട്ട് കോരി അങ്ങ് എടുക്കാം. പിന്നെ അതിനകത്ത് കുറച്ച് പൊടി ആയിട്ട് കിടക്കണ്ടാവുമല്ലോ, അതിന് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊടീനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ എണ്ണ വീണ സ്ഥലത്ത് നമുക്കൊന്ന് റബ്ബ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ ഇതേ കാണാൻ മാജിക് എന്നുള്ളത്. ഞാനിപ്പോൾ ആ എണ്ണ വീണ സ്ഥലത്ത് ഞാൻ നല്ലപോലെ അതേ റബ്ബ് ചെയ്ത് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഇട്ട് തുടക്കിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ, കണ്ടറിയാലോ. എന്നിട്ട് ആ പൊടീനെ ഞാൻ അങ്ങോട്ട് മാറ്റാണ്. ഈ സ്ഥലത്ത് എണ്ണ വീണിട്ടുണ്ടെന്ന് കണ്ടാൽ പറയൂ, ഇല്ലല്ലോ. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാം. പ്രത്യേകിച്ച് ടൈലിലൊക്കെ നിലത്തായാൽ എവിടെ വീണാലും എണ്ണയൊക്കെ വീണാൽ ഭയങ്കര പാടാണ്. പിന്നെ നമ്മൾ വിളക്കൊക്കെ ദീപമൊക്കെ കത്തിക്കുമ്പോൾ അവിടെ എണ്ണയൊക്കെ വീണ് കഴിഞ്ഞാലും നമുക്ക് എടുക്കാൻ പാടില്ല. അപ്പോൾ അതിങ്ങനെ ചെയ്താൽ കേട്ടോ, സംഭവം എളുപ്പമായില്ലേ, എളുപ്പത്തിൽ കാര്യം നടന്നില്ലേ. കുറച്ച് അങ്ങനെ ഇതായിട്ട് എക്സ്പയർ ആയി പോകുന്ന ഈ മൈദപ്പൊടിയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഇങ്ങനത്തെ കുറച്ച് ഉപകാരങ്ങളുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിക്കോ. ഇനി പപ്പടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമാണല്ലേ. അതിങ്ങനെ പൊരിച്ച് നല്ല കുമ്പളൊക്കെ വന്നിട്ട് അതിങ്ങനെ കറകറാന്ന് പൊടിക്കാൻ തന്നെ അതൊരു ക്രേസായ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം പപ്പടം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോർ ചെയ്യുന്ന കാര്യം, ഒരു 2 ദിവസം കഴിഞ്ഞ് ഈ സാധനം ഭയങ്കര ഉണക്കൽ പോലെ വരും. പിന്നെ നമ്മൾ എണ്ണയിലിട്ട പൊളകില്ല. അപ്പോൾ അതിന് ഒരു ടിപ്പുണ്ട്. നമ്മളിതാ അരിയില്ലേ, അപ്പോൾ അരി ഇട്ട് വെച്ചേക്കുന്ന ഏത് പാത്രം ആയിക്കോട്ടെ, ഞാനിപ്പോൾ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ തന്നെ കാണിച്ചത്. അതിനകത്തോട്ട് നമ്മുടെ ഈ പപ്പടത്തിന് അങ്ങ് പൂഴ്ത്തി അങ്ങ് വെച്ചേക്കാം. ആളതിൽ ഒളിച്ചിരുന്നോട്ടെ. നമ്മൾ പണ്ട് ചോറും പാത്രത്തിലൊക്കെ മീൻ വറുത്തൊക്കെ കൊണ്ടുപോകില്ലേ, ഒളിപ്പിച്ചടിയിൽ വെച്ചിട്ട് അതേമാതിരി തന്നെ അതിങ്ങനെ വെച്ചോ. നല്ല സൂപ്പറായിട്ട് പപ്പടം ഒരാഴ്ചയോളമൊക്കെ നല്ല സുഖമായിട്ടിരിക്കും കേട്ടോ. ഇനി നമ്മുടെ ടിപ്പ് നമ്പർ 4 വന്നിട്ട് നാരങ്ങ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ നാരങ്ങയൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കതിൻ്റെ പകുതി പോർഷനാണ് വേണ്ടി വരുള്ളൂ അല്ലേ. അതിൻ്റെ നീരൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിചാരിക്കും ഇത് ബാക്കിയുള്ളതും എടുത്ത് വെക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് പിന്നെ വെക്കുമ്പോൾ അത് അതിനൊരു ഇത് ഒത്തിരി ഇതായി പോകും അല്ലേ. ഇത്തിരി എന്താ പറയുക, മുറുകിയൊക്കെ ഇരിക്കും, കുറച്ച് ഉണങ്ങണ പോലെ ആ ഒരു ഇത് വരും. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ നമ്മൾ പിഴിഞ്ഞിട്ട് ബാക്കി വരില്ലേ, അതിനെ നമുക്കിതാ ഇതിൻ്റെ മേളിലോട്ട് വെച്ചിട്ട് നമുക്കിങ്ങനെ അടച്ചു വയ്ക്കാം. ഇപ്പോൾ അടച്ചു വയ്ക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ടൂത്ത് പിക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് കുത്തി വയ്ക്കുക. അല്ലെങ്കിൽ പച്ചിർക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും എടുത്തിട്ട് അതിങ്ങനെ ഒന്ന് കുത്തി അങ്ങ് വെച്ചാൽ ആൾ നല്ല എന്താ പറയുക ലോലിപ്പോപ്പ് പോലെ അങ്ങനെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ അതൊരു കുഞ്ഞു ടിപ്പ്. ഇനി
ഇങ്ങനെ വരുന്ന ചിലപ്പോൾ നമ്മൾ ഒരുപാട് പിഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് ആ തൊലി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇതുകളൊക്കെ ഇല്ലേ, എന്താ പറയുക, മിക്സി അങ്ങനത്തെ സാധനങ്ങൾ അതേമാതിരി നമ്മുടെ സ്റ്റൗവിൻ്റെ മേളിലൊക്കെ നമ്മളൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ നല്ല പുതുപുത്തനായിട്ട് സംഭവം നല്ല ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. അത് റബ്ബ് ചെയ്തതിന് ശേഷം ഒരു നല്ലൊരു കിച്ചൺ ടവൽ വെച്ചിട്ട്, ഉണങ്ങിയ ടവൽ വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആൾ നല്ല പുതുപുത്തനായിട്ട് അങ്ങ് ഇരിക്കും. എന്താ പിന്നെ അതിനകത്ത് ഈ വന്ന് കുഞ്ഞു കുഞ്ഞു ഈച്ചകളോ അങ്ങനെയൊന്നും വന്നിരിക്കില്ല. ആ ഒരു ലെമണിൻ്റെ സ്മെല്ലൊക്കെ ഉള്ളതിനും നല്ല സൂപ്പറായിട്ടിരിക്കും. നെക്സ്റ്റ് ടിപ്പ് വന്നിട്ട്, ഈ പുറം മാത്രം നമുക്ക് ക്ലീൻ ആക്കിയാൽ പോരാലോ, മിക്സിയുടെ ഒരു ഏരിയ, അത് അഴുക്ക് പിടിക്കണ ഒരു ഏരിയ തന്നെയാണല്ലേ. എങ്ങനെയൊക്കെ നമ്മൾ ഇതാക്കിയാലും പെട്ടെന്ന് ആ സംഭവം അഴുക്ക് പിടിക്കും. അപ്പോൾ ഇതേ ഞാൻ ഇത്തിരി നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. ഇനി നാരങ്ങ നീര് എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിനാഗിരി ഇല്ലേ, അതെടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കാം. ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡനെ ഇട്ടുകൊടുക്കാം കേട്ടോ. അപ്പോൾ അവിടേക്ക് അവിടെ പ്രക്രിയകളൊക്കെ നടക്കുന്ന, അല്ലെങ്കിൽ പതഞ്ഞ് പൊങ്ങ്, അത് കാണാൻ തന്നെ നല്ലൊരു രസമാണല്ലേ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഇതാക്കി എടുത്തിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ഏരിയയൊക്കെ ഇല്ലേ, അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. കാരണം ബ്രഷ് അല്ലാതെ നമുക്ക് വേറെ പറ്റില്ല എടുക്കാനായിട്ട്. പിന്നെ ഈ ബ്രഷിൻ്റെ അറ്റം അതിൻ്റെ ഉള്ളിൽ കയറാൻ പാടുള്ളവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബ്രഷ് ഒന്ന് ചൂടാക്കുക, അതിൻ്റെ അടിഭാഗം ചൂടാക്കുക. ചൂടാക്കിയിട്ട് ഒന്ന് വളച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ചെറുതായിട്ടൊന്ന് ബെൻഡാവും. അപ്പോൾ നല്ല സുഖമായിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ നല്ല എന്താ പറയുക, നമ്മൾ പല്ല് തേപ്പിക്കുന്ന പോലെ തന്നെ നല്ല ഇതായിട്ട് ഉരച്ചങ്ങ് കൊടുക്കുക. അധികം നേരം വെക്കുക കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. അതിന് ശേഷം നല്ലപോലെ നമ്മൾ ഈ ബ്രഷ് വെച്ച് ഉരച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് ഇളകി ഇങ്ങോട്ട് പോരണേണ്ടാവും. ഇനി എന്നിട്ടൊരു ടവലൊക്കെ വെച്ച് നല്ലപോലെ തുടച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുതുപുത്തനായിട്ടിരിക്കും നമ്മുടെ മിക്സി. കണ്ട അടിപൊളിയായിട്ടിരിക്കണില്ലേ. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ചെയ്യണം കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ടിപ്പ് വന്നിട്ട് ഇതാ, മഴക്കാലമായത് ഇങ്ങനത്തെ സൗണ്ടൊക്കെ വരും അല്ലേ, വാതിലറക്കുന്ന കീ കീ എന്നൊക്കെയുള്ള സൗണ്ടുകളൊക്കെ വരും. അപ്പോൾ ഇതിന് നമുക്ക് ചെറിയൊരു ടിപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നമ്മുടെ വിജാഗിരിയില്ലേ, അവിടെ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് നമ്മുടെ മെഴുകുതിരിയില്ലേ, അത് ഒന്ന് ഉരച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു സൗണ്ട് ഒന്ന് മാറി കിട്ടും. അപ്പോൾ ഇവിടെയും ചെയ്യണം, അതിൻ്റെ അപ്പുറത്തെ സൈഡില്ലേ വിജാഗിരിയുടെ, ആ രണ്ട് സൈഡിലും ചെയ്ത് കൊടുക്കാം. ഇനി മെഴുകുതിരിയല്ല, വേറൊരു ടിപ്പും കൂടി നമുക്കിതിന് വേണ്ടി ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മുടെ പൗഡറില്ലേ, അത് എക്സ്പയറി ആയിട്ടിരിക്കുന്നുണ്ടാവും, അത് നമുക്ക് എടുത്തു വയ്ക്കുക. ഇങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനും ഒരു പ്രതിവിധിയായി ഇല്ലേ. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈച്ചകളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെച്ചിട്ട് ഈച്ചകളെ കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്ത് നിറയെ ഈച്ചകളാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ടിപ്പുകളും, ഇന്നത്തെ എല്ലാ ടിപ്പുകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.